മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് മായ കൃഷ്ണ. കോമഡി ഷോകളിലെ സ്കിറ്റുകളിലൂടെയാണ് മായ ശ്രദ്ധിക്കപ്പെടുന്നത്. കോമഡി സ്റ്റാർസ് മുതൽ നിരവധി കോമഡി പരിപാടികളിലൂടെ മായ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീരിയലിലും സിനിമയിലുമെല്ലാം സജീവമാണ് മായ. കനൽപ്പൂവ് അടക്കമുള്ള പരമ്പരകളിൽ മായ അഭിനയിക്കുന്നുണ്ട്. ഇതിനിടെ ഇപ്പോഴിതാ താൻ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചുള്ള മായയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. നടി സരിത ബാലകൃഷ്ണന്റെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മായ മനസ്സ് തുറക്കുന്നത്. ഡാൻസറിൽ നിന്നും അഭിനേത്രിയിലേക്കുള്ള തന്റെ ജീവിതവും തന്റെ യാത്രയും ജീവിതത്തിലെ പ്രതിസന്ധികളുമൊക്കെ മായ തുറന്നു പറയുന്നുണ്ട്. തന്റെ പ്രാരാബ്ദങ്ങൾ ആരോടും പറഞ്ഞിരുന്നില്ലെന്നാണ് മായ പറയുന്നത്. തന്റെ ചെറുപ്പം എങ്ങനെയായിരുന്നുവെന്നോ താൻ വളർന്ന സാഹചര്യം എന്തായിരുന്നുവെന്നോ താൻ ആരോടും പറഞ്ഞിരുന്നില്ല. ബുദ്ധി വയ്ക്കുമ്പോൾ ഞാൻ കാണുന്നത് അമ്മ വല്ലവരുടെയും പാത്രം കഴുകുന്നതാണെന്നും മായ പറയുന്നു. കിടക്കാൻ സ്ഥലമില്ലാതെ വാടക കൊടുക്കാനില്ലാതെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും മായ ഓർക്കുന്നു. താൻ നേരിട്ട കഷ്ടതകളെക്കുറിച്ച് മായ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അന്നൊക്കെ വസ്ത്രങ്ങൾ ഇട്ട് വയ്ക്കാൻ സ്വന്തമായിട്ടൊരു പെട്ടി പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് മായ പറയുന്നത്. അതിനാൽ ചാക്കിലായിരുന്നു ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിരുന്നത്. ജോലി ചെയ്യുന്ന വീട്ടിലെ ആൾക്കാർ മക്കളൊക്കെ ഇട്ട ഡ്രസ്സുകൾ എനിക്ക് തരും. രചന നാരായണൻകുട്ടിയുടെ യൂണിഫോം ആയിരുന്നു സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ ഇട്ടിരുന്നതെന്നും മായ തുറന്നു പറയുന്നു. ചിലപ്പോഴൊക്കെ ടീച്ചർമാർ വാങ്ങിത്തരുമായിരുന്നുവെന്നും മായ ഓർക്കുന്നുണ്ട്. തനിക്ക് വസ്ത്രം തന്നിരുന്ന കാര്യം രചന ചേച്ചി ഇപ്പോഴാണ് അറിഞ്ഞതെന്നും അറിഞ്ഞപ്പോൾ അവർക്ക് സങ്കടമായെന്നും മായ പറയുന്നു. താൻ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നതിന്റെ ഓർമ്മയും മായ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു മുത്തശ്ശിയെ നോക്കാനായിരുന്നു മായ നിന്നിരുന്നത്. അവർക്ക് അൽഷിമോസ് ആയിരുന്നു. യൂറിൻ പോണതൊന്നും അറിയില്ല. ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. എന്റെ ജോലിയാണല്ലോ മുത്തശ്ശിയെ നോക്കുന്നത്. അതുകൊണ്ട് സ്കൂൾ വിട്ടാൽ വേറെ എവിടെയും പോയില്ല, നേരെ അങ്ങോട്ട് വരും. മുത്തശ്ശിയുടെ വീടിന്റെ എതിരെയുള്ള പ്രൈവറ്റ് കോളേജിലാണ് പ്രൈവറ്റായിട്ട് പിന്നെ പഠിച്ചത്. മുത്തശ്ശി യൂറിൻ പോയിട്ട് കിടക്കുവാണോ എന്ന ചിന്തയായിരിക്കും എപ്പോഴും എന്നാണ് മായ പറയുന്നത്. ഈയടുത്തായിരുന്നു മായ പുതിയ വീട് വെച്ചത്. നടി സീമാജി നായരുടെയും മറ്റും സഹായത്തോടെയായിരുന്നു മായ വീട് വെച്ചത്. മായയുടെ പുതിയ വീട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇതോടെയാണ് മായയുടെ ജീവിതത്തെക്കുറിച്ച് പലരും അറിയുന്നത് പോലും. സീമ ചേച്ചിയുടെ അധ്വാനം കൊണ്ടുണ്ടായതാണ് ഈ വീടെന്നാണ് മായ പറയുന്നത്. വീട്ടിലുള്ളതെല്ലാം വാങ്ങി തന്നത് സീമ ചേച്ചിയാണെന്നും മായ പറയുന്നു. സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. സ്വന്തമായിട്ടുണ്ടായിരുന്നത് അമ്മ മാത്രമാണ്. അമ്മയ്ക്ക് ഞാനും. സീമ ചേച്ചിയാണ് സ്ഥലമൊക്കെ വാങ്ങി തന്നതും വീട് വെച്ചതും. കർട്ടൻ വരെ ചേച്ചിയാണ് വാങ്ങി തന്നത്. എന്താ തിരിച്ചു കൊടുക്കുക ഇതിനെന്നറിയില്ല എന്നാണ് മായ പറയുന്നത്.